വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. ബിറ്റ് കോയിനിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്, അതായത് ഒരു 4 ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോളേഷനിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ടാണ് ഈ കൺസോളേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയനെ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം മുകളിലും കൺസോളേഷൻ നടത്തിയ ഒരു ഏരിയ, അവിടെയും ഒരു സ്ട്രോങ് ആയിട്ട് മുകളിൽ കൺസോളേഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് റിജക്ഷൻ കിട്ടിയ ഏരിയ, അവിടെയും സ്ട്രോങ് ആയിട്ട് റിജക്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ആണ് പ്രധാനമായും വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് മാർക്ക് ചെയ്തിടാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് തരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം താഴോട്ടേക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി, വീണ്ടും ഇറങ്ങിയ സമയത്ത് ഒരു പ്രൈസ് ആക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ ഇനി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ പ്രധാനപ്പെട്ട ഒരു പ്രൈസ് പോയിന്റ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ പ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 95800 ആണ്. ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാം എന്നൊരു സാധ്യത കാണുന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രൈസ് പോയിന്റ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ 1 അവറിൽ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഓൾറെഡി വന്ന് ഒന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി ഡീപ്പ് പുൾ ബാക്കിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയാസിനെ ഒന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന് മുകളിലോട്ട് കയറ്റി വെച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് 1 അവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ ഉള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ്. അതായത് ഈ ഒരു ലൈൻ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്, റെഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ വന്ന് റെസ്റ്റ് ചെയ്ത് ബ്രേക്ക്ഔട്ട് ചെയ്തു, വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയക്ക് മുകളിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എൻട്രി സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കറന്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു സാധ്യത അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇതാണ് ഒരു ടാർഗറ്റ് എന്നുള്ളത്. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ഏരിയ ആണ് ഈ ഒരു ലൈൻ എന്നുള്ളത്. ആ ലൈൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്, ബ്ലൂ ആക്കി ഇടുന്നുണ്ട്. അപ്പൊ അതിന് മുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഏരിയ ആണ്. ഒരുപക്ഷെ അവിടേക്ക് ഈ ഒരു പോക്ക് ഒരുപക്ഷെ അവിടേക്ക് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് കറന്റ്ലി ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടേക്ക് ഒന്ന് മുകളിലേക്ക് കയറി ഈ ഒരു ബ്ലൂ ലൈനിൽ നിന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലൈൻ, ഈ ഒരു ലൈൻ സപ്പോർട്ടർ ലൈനിൽ നിന്ന് അടുത്തൊരു എൻട്രി സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ അതിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണ്. ഇതുപോലെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രോങ് ക്യാൻഡിൽ കൺഫർമേഷനോ അല്ലെങ്കിൽ പാറ്റേൺ കൺഫർമേഷനോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 98600 വരെയൊക്കെ അല്ലെങ്കിൽ 98500 വരെയൊക്കെ ഒരു ടാർഗറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് 2 ബൈ എൻട്രി എന്നുള്ളത്. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ താഴേക്ക് വരേണ്ടത് ഈ ഒരു ഏരിയയുടെ താഴെ മാത്രമാണ് നമ്മൾ സെൽ എൻട്രി നോക്കുന്നത്. കാരണം അവിടെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സ്ട്രോങ് ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന് താഴെ മാത്രമാണ് സെൽ എൻട്രി നോക്കുന്നത്. അല്ലെങ്കിൽ ക്വിക്കായിട്ട് ചില സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടാം. അതിന് ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്ത് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു സെൽ എൻട്രി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബ്രേക്ക് ഒക്കെ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. റെസിസ്റ്റൻസ് ഏരിയ അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. അപ്പൊ ഇതിൽ എവിടെ നിന്നെങ്കിലും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങുന്നത് ഒരു പുൾ ബാക്ക് ആയിരിക്കാം, ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ ആയിരിക്കാം. അപ്പൊ ഒരു 1 അവറിന്റെ ക്യാൻഡിലൊക്കെ നോക്കിയതിന് ശേഷം ഒരു റിജക്ഷൻ ക്യാൻഡിലൊക്കെ വരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു സെൽ എൻട്രി എടുക്കാം. സെൽ എൻട്രി എന്ന് പറയുന്ന ഒരു ക്വിക്ക് സെല്ലായിരിക്കണം, വലിയൊരു ടാർഗറ്റോ മറ്റോ വെക്കരുത്. അപ്പൊ അങ്ങനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെൽ എൻട്രി എടുക്കാം. അപ്പോഴും ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ലൈൻ ആയിരിക്കാനാണ് സാധ്യത കൂടുതലും. അല്ലെങ്കിൽ ഇവിടേക്ക് മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രോങ് പാറ്റേൺസോ മറ്റോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം ടാർഗറ്റ്.
അപ്പൊ ഇത്രയാണ് സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോഴും BTCയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ്. അതൊരു നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ടോ താഴോട്ടേക്കോ കിട്ടണം. നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ടോ താഴോട്ടേക്ക് കിട്ടിയാൽ വളരെ നന്നായിരിക്കും. കാരണം വലിയൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഉണ്ട് ഇത്ര ദിവസത്തെ കൺസോൾട്ടേഷൻ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല എൻട്രിക്ക് വേണ്ടിയിട്ട് BTCയിൽ വെയിറ്റ് ചെയ്യുക. നല്ല കൺഫർമേഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വലിയ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.